സ്കേഴ്സിറ്റി എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുവാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ഇല്ലാത്ത സ്വപ്നങ്ങൾ കെട്ടി ഉയർത്തുന്നു, നമ്മൾ കടമേടിക്കുന്നു, ലോൺ എടുക്കുന്നു, നമ്മൾ വീട് വെക്കുന്നു, കടത്തിലാകുന്നു. ഇപ്പം ഈ നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് ചുറ്റുപാടും കാണുന്നവയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ കോൾ വരുമ്പോൾ തന്നെ എന്താണ് ഡിജിറ്റൽ അറസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. നമ്മളൊരാൾ വിളിച്ച് നിങ്ങൾക്ക് ഇത്ര രൂപ സമ്പാദ്യമുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ഇതിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഉള്ള സ്വത്തുക്കൾ മുഴുവൻ മാറ്റി കൊടുക്കുവാണ്. അത്രമാത്രം ഇഗ്നോറൻ്റ് ആണോ മലയാളികൾ? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, വി ഹാവ് ടു ഡെവലപ്പ് വിസ്ഡം, വി ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഫ്രീഡം, ലിബർട്ടി. ആ സ്ലേവറിയിൽ നിന്ന് ഒരു ക്ലാരിറ്റിയിലോട്ട് മാറുകയും ആ ക്ലാരിറ്റിയിൽ നിന്ന് മാസ്റ്ററിയിലോട്ട് മാറുകയും അവിടെ നിന്ന് ലിബർട്ടിയിലോട്ടും വരണം. ഇതാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുള്ള ഒരു യാത്രയാവണം നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നേ ചിന്തയുണ്ടാവണം. വി ആർ ഗോയിങ് ടു ഡിസൈഡ് അവർ ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഹ്യൂമൻ ബീങ്, മനുഷ്യർ മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചട്ടക്കൂടാണ്.